അപ്പോൾ ഇന്ന് നമുക്ക് പാലട പായസം ഉണ്ടാക്കാം കേട്ടോ. കുറേ ദിവസമായി പാലട പായസം വേണമെന്ന് കിച്ചു പറയണം. അപ്പോൾ ഇന്ന് പാലട പായസമാണ്. അപ്പോൾ ഞാൻ പാലടയുടെ മിക്സാണ് കേട്ടോ എടുത്തേക്കണത്. 2 പാക്കറ്റ് പാല് 2 കപ്പ് വെള്ളം കൂടിയിട്ട് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. പാലടയുടെ മിക്സാണ് കേട്ടോ. ഓണത്തിന് വാങ്ങിച്ച് വെച്ചേക്ക പാലടയാണ് കേട്ടോ. ഇത്ര നാളായിട്ട് വെച്ചിട്ടുണ്ടായില്ല. ഓണത്തിന് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് പായസം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാല് ഒരു വിധം നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പാലട മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഒരു അരമണിക്കൂർ മതി കേട്ടോ ശരിക്ക് പാലട വെക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളാണ് പാലട വയ്ക്കാൻ. പാലട വയ്ക്കാൻ നല്ല എളുപ്പമാണ്. ഞാൻ പഞ്ചസാര കുറച്ച് കാരമലൈസ് ചെയ്തിട്ടാണ് കേട്ടോ വയ്ക്കണത്, ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പാല് തിളയ്ക്കാൻ വെച്ചപ്പോൾ കുറച്ച് പഞ്ചസാര അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഇതിൽ ചിലപ്പോൾ ശരിക്കും നല്ല മധുരം ഉണ്ടാവില്ല. എനിക്ക് പായസത്തിൽ കുറച്ചൊരു മധുരം വേണം, അതല്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. എനിക്ക് മധുരം കുറച്ച് കൂടുതൽ വേണ്ട ആളാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര അതിൽ പാലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പാലട മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 മിനിറ്റ് പാലട മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പാട പോലെ കെട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ലോ ആക്കി വയ്ക്കുക. പാലട മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. മിക്സ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ പാലട മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പാട പോലെ കെട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പാലട മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. 15 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടി നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പായസം ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം അരമണിക്കൂറൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഒന്നും കാണിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 4 സ്പൂണ് പഞ്ചസാര എടുത്തിട്ട് അത് മെൽറ്റ് ചെയ്യാം കേട്ടോ. ഇത് കാണിക്കില്ല. പഞ്ചസാര ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ലോണം കരിക്കാൻ പാടില്ല കേട്ടോ. കരിച്ച് കഴിഞ്ഞാൽ ഒരു ഷെയ്ഡ് കളർ മാറും. ഏകദേശം ഇവിടെ സെറ്റായിട്ട് വരുന്നുണ്ട്. ബ്രൗൺ നല്ലോണം ഒന്ന് കളർ വരട്ടെ കേട്ടോ. എനിക്ക് ആദ്യം ഈ പഞ്ചസാര കരിക്കുമ്പോൾ ഇല്ലേ, അല്ല പഞ്ചസാര ഇങ്ങനെ കാരമൽ ചെയ്യുമ്പോഴേ പഞ്ചസാരയിൽ ഞാൻ വെള്ളം ചേർക്കുന്നു. എനിക്ക് അറിയുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെയാണ് അത് കഴിക്കാക്കുക എന്നുള്ളത്. പിന്നെയാണ് ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടാട്ടോ പഠിച്ചത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിപ്പോൾ എന്ത് ഞാൻ അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കളർ കുറച്ച് ഇങ്ങനെ മാറി വന്നിട്ടുണ്ട്. ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് കുറുകി വരാനുണ്ട്. പിന്നെ എനിക്ക് നല്ലോണം അങ്ങോട്ട് കട്ടയാക്കണത് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ കുടിക്കുന്ന രീതിയിലാവണം. കുടിക്കുന്ന രീതിയിൽ മീൻസ് ഇങ്ങനെ കട്ടയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം നല്ല കുറച്ചിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടെ നമുക്ക്
ഒന്നും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. പാലട പായസം വയ്ക്കാൻ എന്താ ബുദ്ധിമുട്ടെന്നറിയോ? നമ്മുടെ കയ്യിൻ്റെയൊക്കെ പണി തീരുങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് പാട കെട്ടുള്ളൂ കേട്ടോ. ഫുൾ ടൈം ഇങ്ങനെ ഇളക്കി കൊടുക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് ഉള്ള ഒരു പണി പാലട വയ്ക്കൽ. ഈ സദ്യപ്പണിക്കൊക്കെ പാലട വയ്ക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. ഈ 300 പേർക്ക് 300 പേർക്ക് 600 പേർക്ക് 800 പേർക്കൊക്കെ ഉള്ള സദ്യ വയ്ക്കുമ്പോഴേ അവരെത്ര എഫേർട്ട് എടുക്കുന്നുണ്ടെന്നറിയോ അതിൽ. അപ്പോൾ പായസം ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി തന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് ഒന്ന് കുറുകിക്കോളും. ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ആ സാധനങ്ങളൊക്കെ ഈ മിക്സിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് അത് ഇടേണ്ട കാര്യമില്ല. പഞ്ചസാര ഓൾറെഡി ഇതിലുണ്ട്, പക്ഷേ ഞാൻ കുറച്ച് പഞ്ചസാര എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ പായസം കുടിച്ചു നോക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കുടിച്ചു നോക്കാം. ചുമ്മാ പറയണല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പായസം